ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യം തന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് ആണ് ഗൈസ്. നമ്മൾ ഇന്നലെ രാത്രിയെ ക്രിസ്മസിന് കുറെ പ്ലാൻ ചെയ്ത്, പക്ഷെ ഒന്നും നടന്നില്ല. അമ്മ എല്ലാം കൊണ്ട് കളഞ്ഞ്. അമ്മയ്ക്ക് വൈകിട്ടാകുമ്പോൾ ഭയങ്കര മടിയും കാര്യങ്ങളും. അതുകൊണ്ട് അമ്മ ആ പ്ലാനും ഫ്ലോപ്പാക്കി. ഇപ്പൊ നമ്മൾ രണ്ട് കടയിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അമ്മയുടെ അങ്ങ് പോകും. അവിടെയാണ് ക്രിസ്മസ്. വൈകിട്ട് പിന്നെ പള്ളിയിലൊക്കെ കൊണ്ടുവന്ന് പറയുന്നത് വിശ്വസിക്കേണ്ട, നടക്കത്തില്ല. അപ്പൊ നമ്മൾ കണ്ട ഇതെല്ലാം കടയിലൊക്കെ പോയിട്ട് അമ്മയുടെ അങ്ങോട്ട് പോകും. കൈ കിഴക്കി നീ ഇടയായിട്ട് ഫോൺ പിടിക്കുമ്പോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പാട്ടൊന്ന് മാറ്റി പിടിച്ചോടിയവർക്ക് ശനി കൂടെ വെച്ചാൽ പുൽക്കൂടൊന്ന് കണ്ടതാവും. പഴയ മേടിച്ച് നോക്കിയാണെന്ന് ആരും പറയത്തില്ല. പുൽക്കൂടിൽ കുറച്ചും കൂടെ ലൈറ്റ് ആവാമായിരുന്നു. പോട്ടെ, ക്രിസ്മസ് അന്വേഷിച്ച് ചോദിക്കാം. ഇപ്പോഴാണ് കാണാനായ ഹാപ്പി ക്രിസ്മസ്. മാത്രം ക്രിസ്മസ് തീമിൽ ഇറങ്ങിയെന്ന്. എല്ലാം വെള്ള. എൻ്റെ ഡ്രസ്സിൽ ചുമപ്പുണ്ട്, വെള്ള ചെരുപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് കൊച്ചുമോളെ കയറി പിക്ക് ചെയ്യും. ഞാൻ മുടി കെട്ടിയിട്ടില്ല. ഞാൻ വണ്ടി കയറിയിട്ട് കെട്ടാന്ന് വിചാരിച്ചു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കടയിൽ കയറുന്നതിന് മുന്നേ ആണ് വണ്ടി ഓട്ടിക്കുന്നത്. ഞാൻ ആ മോതിരമൊക്കെ എടുത്തിട്ട് എനിക്കിഷ്ടമല്ലായിരുന്നു. പിന്നെ എല്ലാം ഇങ്ങെടുത്ത് തന്നപ്പോൾ അങ്ങ് ഇട്ട്. പക്ഷെ എൻ്റെ മാല ശരിയാക്കാൻ പോവാണ് ഗായ്സ്. ഞാൻ എന്താ വേറെ ഡൂക്ലി മാല ഇട്ടേക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ മാല അമ്മയ്ക്ക് തന്നെ തോന്നി. എൻ്റെ അതാ ഇപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെയിനിലെ മാല ഇഷ്ടം. അപ്പൊ ഇന്നലെ അമ്മ പറയുന്നു കഴുത്തി മാലയില്ലാണ്ട് കൊള്ളത്തില്ല. ഇന്ന് തന്നെ പോയി അത് മാറ്റാന്ന് വിചാരിച്ച് ഞാൻ രണ്ടുപേരെ കാണിച്ചു തരാം. ലൂക്കായ്ക്ക് ഇപ്പൊ ഭയങ്കര കുരുത്തക്കേടാ ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ഭയങ്കര കുരുത്തക്കേടാ. ചെടിച്ചട്ടി എല്ലാം ചവിട്ടി പൊട്ടിക്കുന്നു, കടിച്ചു വെടിക്കുന്നു, മണ്ണാക്കുന്നു, ചെളിയിൽ കളി എല്ലാം ആയപ്പോ ലൂക്കായ്ക്ക് കുരുത്തക്കേടിന്റെ അങ്ങേ അറ്റമാ ലൂക്കായി ഇപ്പൊ വന്ന് നമ്മൾ കാറിൽ കയറി. നമ്മൾ കൊച്ചുമോളെ വിളിക്കണം. കൊച്ചുമോളെ വിളിച്ചിട്ട് വേണം പോവാൻ. അത് ഫാസ്റ്റാ ഫ്യൂരിയസ് അല്ല ഫ്യൂരിയസ് എന്നും പറഞ്ഞ് റെഡിയായി നിൽക്കും. ഭയങ്കര വെയില്. സാധാരണ ഈ സമയമൊക്കെ തണുപ്പാവണ്ടേ, ഇത് പക്ഷെ ഭയങ്കര വെയിൽ. ഇപ്പോ അല്ലല്ല, ഡിസംബറിലൊക്കെ തണുപ്പും കാറ്റുവാ. ഇയാള് പോടെ എണീച്ച്. ഭയങ്കര വെയില്. ഇവിടെ കൊച്ചുമോളെ വിളിക്കാൻ നമ്മളിവിടെ വന്ന് കൊച്ചുമോളെ വെയിറ്റ് ചെയ്യുക. ഇതുവരെ ഇറങ്ങി വന്നില്ല കിളവി. വരാൻ പറ. പറഞ്ഞിട്ട് വരണ്ടേ? വിളിച്ചല്ലോ ഞാൻ വരാൻ. അടെ ചേച്ചി അനിയത്തിയൊക്കെ ക്രിസ്മസുമായ ഇതെന്തോ ഇട്ടോണ്ട് വരുന്നേ? നിങ്ങളൊക്കെ എന്തുവാ കൊച്ചു പിള്ളേരായോ? മക്കളൊക്കെ കെട്ടിക്കാറായപ്പോഴാ. എന്റെ മോള് പറഞ്ഞ അമ്മ ഇനി എന്നും ചുരിദാറ് ഇടാവള്. ആദി മോഡലായിട്ട് കിടക്കാം. ലിപ്സ്റ്റിക് കിട്ടില്ല. എല്ലാം കൊള്ള ഒരു മാറ്റി അഞ്ചാറ് ചന്ദനം പ്രത്യേകം പറഞ്ഞ് സ്റ്റൈലാവുന്നെങ്കിൽ ഇങ്ങനല്ല, മുടി ഷാമ്പൂ ഒക്കെ ചെയ്ത് വേണ്ട. ഇത്രയും ഇതൊക്കെ സ്റ്റൈലല്ല. ഞങ്ങളുടെ അമ്മയെ കണ്ടോ ഐലൈനറൊക്കെ എഴുതിയിരിക്കുന്ന? 45 വയസ്സിന്റെ മതിപ്പ് വരുന്നുണ്ട്. ഇല്ല 40. കൊച്ചുമോക്ക് 45, അമ്മയ്ക്ക് 42. അങ്ങനെ പറയാ. പിന്നെന്ത് കേട്ടോ ഗൈസ്, കൊച്ചുമോക്ക് 45, ചുമ്മാ ഇരിക്കാൻ. അമ്മയ്ക്ക് 42, അമ്മയ്ക്കാണ് നമ്മുടെ പ്രായം പറഞ്ഞൂടാ. അപ്പൊ ഗൈസ്, നമ്മൾ ചിന്നക്കടയില് ഒരു സ്വർണ്ണക്കടയിൽ വന്ന് മാല കൊളുത്തൊക്കെ മാറി. എന്റെ കൊളുത്തും അമ്മയുടെ കൊളുത്തും മാറണം. അമ്മയുടെ വളഞ്ഞിരിക്കുക.
ഇവിടെ കടയില് പാട്ടിട്ടേക്കുന്നു. കൊച്ചുമോള് ചന്ദനം വാങ്ങിച്ചു guys. എന്നിട്ട് ഇതല്ലേ മോളെ സ്റ്റൈലിന്ന് ഇപ്പൊ ലുക്കായില്ലേന്ന്. എന്റെ അമ്മയെ നോക്കടേ. എന്റെ അമ്മ ഐലൈനർ എഴുതി അടിപൊളിയായി. ഞങ്ങൾ കടയിൽ കയറിയിട്ട് അങ്ങനെ നമ്മള് കൊളുത്തൊക്കെ മാറിയിട്ട് ഇറങ്ങാൻ പോന്നു. കൊച്ചുമോള് മേക്കാതെ വാങ്ങിച്ചു. എന്റെ മാല ശരിയാക്കി. എന്റെ മാല ശരിയാക്കി കിട്ടി. അമ്മുന്റെ എന്റെ ലോക്കറ്റ് മേടിച്ചായി. അമ്മ ഞാൻ പറഞ്ഞു കേട്ടോ, അമ്മ എന്റെ ലോക്കറ്റ് വാങ്ങിച്ചാ. ഡേ 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 ലോക്കറ്റ് താടേ. ഫുഡ് കഴിക്കാൻ പോവാ. അപ്പൊ ഞങ്ങൾ കണ്ട ഫയൽ വാനിൽ ഫുഡ് കഴിക്കാൻ പോവാ. അമ്മയും വല്യച്ഛനൊക്കെ അവിടെ വന്നിരുന്ന് വിളിച്ചു. വല്യച്ഛൻ രാവിലെ ഞങ്ങളെ ഫോണിൽ വിളിച്ച് നിങ്ങൾ വരണോന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഞങ്ങൾ താമസിച്ച്. ഇപ്പൊ ഞങ്ങൾ വേറെ അടുത്ത് കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പം അവരെല്ലാരും കൂടെ പറഞ്ഞ് ഫയൽ വാനിലോട്ട് ചെല്ലാൻ. കൊച്ചുമോള നിർബന്ധം വേറെ എവിടെയെങ്കിലും പോയി കഴിക്കാം. ഇറങ്ങ ചിന്നക്കടയിൽ ഇറങ്ങാം. ബസ്സുണ്ട്, ഒറ്റ വണ്ടിയുണ്ട്. കൊച്ചുമോളാണ് കടയിലിരുന്ന് ആദ്യം ഞങ്ങളടുത്ത് പറഞ്ഞ ബിരിയാണി തിന്നാൻ പോവാന്ന്. അല്ലാതെ വേറെ ആരും പറഞ്ഞില്ല. ഗൈസ് ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ഫയൽ വാൻ എത്തി, പാർക്ക് ചെയ്ത്. ഭയങ്കര വെയില്. ഈ കൊച്ചുമോളെ കൊണ്ട് നമുക്ക് ഒരിടത്ത് ഇറങ്ങാൻ പറ്റില്ല. നമ്മളെ നാറ്റിരിക്കാവില്ല അങ്ങ്. എന്താ വെച്ചാ എന്തുവാ എന്നാ കൊച്ചുമോളെ എവിടുന്ന് വണ്ടി കയറ്റി വിടാടെ. ഫയൽ വാൻ ക്രിസ്മസിന് വിളിച്ചിട്ട് അവര് ഹോട്ടലിൽ വന്നിരിക്കുന്നല്ലേ. അല്ലെങ്കിൽ ഇവർ നിന്റെ അമ്മയ്ക്ക് ഇച്ചിരി ഇത് കൂടുതല. ഞാൻ രാവിലെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു രാവിലെ ഞങ്ങൾ വരുന്ന കേട്ടാ. ഇപ്പോഴല്ലേ വിളിച്ചത്? എന്റെ ഫോണിലാണ്. എന്റെ ആണോ വിളിച്ചത്? അപ്പുറത്തോട്ട് ഇതില്ലേ അവിടെ ആളുണ്ടോ? ഇപ്പുറത്ത് വാ, ഇപ്പുറത്ത് വാ. കൊച്ചുമോള് പറയുവാ കഞ്ഞിയും കറിയും കുടിച്ചിരിക്കാനുള്ളതിനെന്ന്. ആദ്യം കടയിൽ നിന്ന് പറയുവാ നമുക്ക് ബിരിയാണി കഴിച്ചിട്ട് മാടക്കടയിൽ പോവാന്ന്. ഡ്രസ് കണ്ടോ കൊച്ചുമോളുടെ? നമുക്ക് വല്ല വേറെ എവിടെയെങ്കിലും കയറി കഴിക്കാൻ പോയായിരുന്നു. അവരൊരു ബിരിയാണി എനിക്ക് തന്നെ. എനിക്ക് ബിരിയാണി, സാലഡ്, അച്ചാർ കഴിക്കട്ടെ ഗൈസ്. ഹാപ്പി ക്രിസ്മസ്. പണി തുടങ്ങി. നിങ്ങൾ രണ്ട് ഷെയർ ചെയ്യാം, ഞങ്ങൾ രണ്ട് ഷെയർ ചെയ്യാം. ഷെയറിംഗ് ഒന്നും ഇല്ല ഇവിടെ. എന്ത് കൊള്ളാവാ? നോക്കാൻ കഴിച്ചിട്ട് കൊള്ളാവോന്ന്. അല്ലെങ്കിൽ ഇപ്പുറത്ത് പോയി മുത്ത്. വേണ്ട, അങ്ങനെ മാറ്റി തരണ്ട. എങ്ങനെയുണ്ട് കാണാൻ വയ്യാര്? മീൻകറിയുടെ ഗ്രേവി ആണോ? ഇതിൽ ഞങ്ങളുടെ ലൈൻ വന്നതാണ്ട് എല്ലാരും കുടിക്കുന്നു. ചില്ലൗട്ടിന്റെ അത്രയും വരത്തില്ലെന്ന്. അതിലും കൊള്ളാം അല്ലേ? അവിടെ ഇഞ്ചി ഇടത്തില്ലല്ലേ, ഇവിടെ ഇഞ്ചി ഇടുന്നുണ്ട്. അത് നിങ്ങളുടെ മുന്തിരി കുടത്തില്ല.
എനിക്ക് വേണോ? എടാ ചില്ലോട്ടിനെ കാട്ടി നല്ലല്ലേ? ഇതിനകത്ത് ഇഞ്ചിയൊക്കെ ഇടുന്നുണ്ടല്ലോ. അവര് ഇഞ്ചിയൊന്നും ഇടത്തില്ല. അതാ പറയുന്നേ നമ്മളൊക്കെ ആവും. എനിക്ക് മനസ്സിൽ അവിടെ പറയാ ഫുഡ് ഇവിടുന്ന് കഴിച്ചിട്ട് ചില്ലോട്ടി പോയി ഇത് കുടിക്കാന്ന്. വണ്ടിക്ക് അങ്ങനെ ഞങ്ങൾ ഒരാളെ നമ്മളെ ഇറക്കി ഇതിനകത്തുനിന്ന്, നമ്മൾ ഒരാളെ ഇവിടുന്ന് ഇതിനകത്തുനിന്ന് ഇറക്കിയിട്ട് ഒരാളെ കയറ്റി. ആരാണത്? അപ്പം ഞങ്ങള് എങ്ങോട്ട് പോന്നമ്മ പറ. എങ്ങോട്ട് പോന്നു? എങ്ങോട്ട് പോന്ന്? നന്ദിലേറ്റ്. നന്ദിലേറ്റിൽ എന്തിനു പോന്ന്? എന്ന് നിങ്ങളല്ലേ പറയണ്ടേ, എനിക്കറിഞ്ഞൂടാ. ഞങ്ങൾ വാഷിംഗ് മെഷീൻ മേടിക്കാൻ പോന്ന്. വാഷിംഗ് മെഷീൻ ആരാ മേടിച്ചു കൊടുക്കുന്നേ? ഞാനും അമ്മുക്കുട്ടിയും കൂടെ ആണല്ലോ. അമ്മുക്കുട്ടിയുടെ സാലറിയും ഞങ്ങള് അമ്മയ്ക്ക് വേണ്ടി ഞാനും അമ്മും കൂടെ വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുക്കാൻ പോവാ. എന്റെ സെക്കൻഡ് മറ്റേ യൂട്യൂബിൽ നിന്ന് രണ്ടാമത്തെ പേയ്മെന്റും അമ്മുക്കുട്ടിയുടെ സാലറിയും കൂടെ ചേർത്ത് അമ്മയ്ക്ക് വാഷിംഗ് മെഷീൻ. ഞങ്ങളെ വാഷിംഗ് മെഷീൻ ചീത്തയായിട്ട് ഇപ്പൊ വാഷിംഗ് മെഷീൻ ചീത്തയായിട്ട് എത്ര മാസമായ? ഓണത്തിന് മുന്നേ ചീത്തയായില്ലേ? ഒരു വർഷം അങ്ങാണ്ട് ആവാറായി ചീത്തയായിട്ട്. ഇപ്പൊ എന്റെ തുണിയും എല്ലാം അമ്മയാ കഴിവുന്നത്. ഞങ്ങൾ വിചാരിച്ച അമ്മയ്ക്ക് ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുക്കാമെന്ന്. അപ്പം വാഷിംഗ് മെഷീൻ മേടിക്കാനായിട്ട് പോവാ. സന്തോഷായോ? എന്നിട്ട് അമ്മ കണക്ക് പറയത്തില്ലല്ലോ. ആ തുണി കഴുകിയിട്ട തുണി ഒന്ന് വിരിച്ചിട്ടാ മാത്രം മതി കേട്ടാ. നമ്മൾ നന്ദിലത്ത് ജിമാർട്ടില് വാഷിംഗ് മെഷീൻ നോക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് കട ഓക്സിജൻ. നന്ദിലത്തിൽ നിന്ന് ഇറങ്ങി ഓക്സിജനിലും കൂടെ വന്ന് നോക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ മേടിച്ചു കൊടുക്കുമ്പോൾ നല്ലത് മേടിച്ചു കൊടുക്കണം. നമ്മളിവിടെ വന്ന് കാരണം നമ്മൾക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ നല്ലത് മേടിച്ചു. അതെ, ഞാനൊരു വീട് വെക്കുമ്പോൾ അതുകൊണ്ട് ആ ടി.വിയും 2 ഡോറുള്ള ഫ്രിഡ്ജും പിന്നെ വലിയൊരു വാഷിംഗ് മെഷീനൊക്കെ. ഞാൻ വീട് വയ്ക്കുമ്പോൾ വലിയ ടി.വിയും 2 ഡോറുള്ള ഫ്രിഡ്ജൊക്കെയാണ്. ഇല്ലേ മോ? ആഗ്രഹങ്ങളാണ് എൻ്റെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഓക്സിജനിൽ നിന്ന് നമ്മൾ സംഭവം ബുക്ക് ചെയ്ത് നാളെ വരും. നമുക്ക് എന്തുവാ എത്രയോ എമൗണ്ട് കുറഞ്ഞു തരും. ഫെഡറൽ ബാങ്കിൽ എന്തോ ഒരു കാർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബിച്ചോണന്റെ കാർഡ് ഉപയോഗിച്ച് അപ്പോൾ ബിച്ചോണ പറയുന്നത് അത് നമ്മൾ തിരിച്ച് കൊടുക്കണമെന്ന് അവരോട് പറയണം. കാരണം ഫെഡറൽ ബാങ്കിലെ കസ്റ്റമേഴ്സിന് ഓഫർ ഉണ്ട്. ഫെഡറൽ ബാങ്കിലെ വിസ കാർഡ് അല്ല, ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിനും ഡെബിറ്റ് കാർഡ് ഹോൾഡേഴ്സിനും 10% ഡിസ്കൗണ്ട് ഇപ്പം എല്ലാ കടകളിലും കിട്ടുന്നുണ്ട്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഫെഡറൽ ബാങ്കിലെ കാർഡ് ഉപയോഗിക്കുക. ഫെഡറൽ ബാങ്കിൽ ഇപ്പൊ കൊല്ലത്തുള്ളവര് പോളത്തോട് വന്ന് ബിച്ചോണ്ണ ബാങ്കിൽ നിന്ന് എടുക്കുക. എല്ലാം ബിച്ചോണ്ണം ചെയ്യും. ബ്രാഞ്ച് ഞങ്ങളുടെ വീട്ടിലെല്ലാരും ഫെഡറൽ ബാങ്കുകാരാ. സത്യം, ഞാൻ ഉൾപ്പെടെ അല്ലേ വെച്ചണ്ണ? യെസ്, എല്ലാരും ഫെഡറൽ ബാങ്കിലേക്ക്. ഞങ്ങൾക്ക് എന്ത് ബാങ്കിന്റെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ബിച്ചണ്ണ വിളിച്ചാൽ മതി, ചെയ്ത് തരും. ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവാണ്. അപ്പൊ നമ്മൾ വീട്ടിലെത്തി. എല്ലാ എണ്ണം ഓളി തന്നെ ഇരിപ്പുണ്ട് കേട്ടാ. എല്ലാ എണ്ണം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ദാണ്ടിരിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്. ഇവരെല്ലാം ഒരു ടീമാട്ടാ. ഹാപ്പി ക്രിസ്മസ്. അവൻ ഒരുമ്മ തമ്പു, ഒരുമ്മ തമ്പു, ഒരുമ്മ പച്ചക്ക്.
തരണോന്നുണ്ട്. തരുന്നില്ലേ? ഉമ്മ 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 അയ്യോടി. കണ്ട ഗൈസ്, നമ്മളിവിടെ വന്ന് ചായ കുടിക്കാനായിട്ടിരിക്കുന്നു. അമ്മും മീനാക്ഷിയും ചായ ഇടുന്നു, ഒരാള് കാപ്പി ഇടുന്നു. മുത്ത് ചുമ്മാ കുടിക്കാൻ വേണ്ടി വരുന്നു. രാവിലെ ചുമ്മാ മീൻ കുടിച്ചിനായിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യാൻ ടമ്പു. ചായ ഇത് ചായക്ക് ഇത് കാപ്പി. ഹലോ ഗൈസ്, ഇവിടെ അനിയത്തിയും ചേട്ടത്തെയും കൂടെ ഒന്നുമല്ല സൗണ്ട് താഴ്ത്തി അവള് കണ്ടെത്തി കാണിക്കുന്നു. അങ്ങനെ പറയാൻ സംഭവം എന്തുവാ? അതാ ഞാൻ പറഞ്ഞ കിച്ചു എനിക്ക് പൈസ അയച്ചു തരുമെന്ന് പറഞ്ഞു. അത് ഞാൻ സൗണ്ട് കാത്തി പറഞ്ഞതെന്ന് വെച്ചാല് ഇതൊക്കെ ചെയ്തു കൊടുത്ത് തുടങ്ങിയില്ല. അവൻ ഞങ്ങൾ അന്യന്റെ മുതൽ ആഗ്രഹിക്കുന്നില്ല. അന്യന്റെ അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ സമയമായി. അപ്പൊ ചായ കുടിക്കാനായിട്ട് പോകുന്നു. ചായ ഓറഞ്ച്, മുത്ത് ചായ ഓറഞ്ചും കൂടെ കഴിച്ചേണ്ട. ഞങ്ങളെക്കാട്ടി മുമ്പേ പോന്നുണ്ട്. ഷാജി സീനസിലെ സ്റ്റുഡന്റ്. എന്റെ പേരെന്തുവാ? പ്രിൻസ് ഞാൻ വിളിക്കുന്നോള്. അയ്യോ സാരമില്ല, എന്നാലും പേരിന്റെ കൂടെ ഉണ്ടല്ലോ. മോൻ കേക്ക് വൈനും ഒക്കെ ആയിട്ട് വന്ന് ഇന്ന് വയറ് മൊത്തം മട്ടനോ എന്തായിരുന്നു, ബീഫോ? എല്ലാരും ചായ ക്രിസ്മസ് ആയിട്ട് ഇന്ന് ഒരു വൈനും കേക്കും തിരുന്നു. സത്യം പറഞ്ഞ അതെ. മറ്റേത് ഷാജി സീനസീന്ന് ശരിക്ക്. അപ്പൊ ഞങ്ങള് കേക്ക് നമ്മള് കൊറേ പറഞ്ഞായിരുന്നല്ലേ, ക്രിസ്മസ് ആവുമ്പോ നമുക്ക് വൈനൊക്കെ കുടിച്ച് സെറ്റ് ആവാം. വൈനാ മസ്റ്റ്. അവിടെ ഉണ്ടാക്കിയതായിരിക്കുമോ? ആന്നാ ഇത് ചിറ്റയുടെ ഇതിനകത്തന്നെ. അപ്പൊ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് വൈൻ തന്നെ അല്ലേ? അപ്പൊ ഐശ്വര്യമായിട്ട് പിച്ചു വന്ന് ഒഴിച്ചോണ്ട് വാ, അത് സെറ്റ് ആവട്ടെ. ഞാനിന്റെ മേളിലല്ല കേക്കും വൈനും ഒക്കെ തിന്നാൻ പോകുന്നു. കയ്യിട്ട് തിന്നു വെച്ചത് നോക്കട്ടെ, വൈൻ നോക്കട്ടെ. ആണോ ഉണ്ടാക്കിയതാണോ? അപ്പൊ കൊള്ളാം, നല്ല വൈൻ. അപ്പൊ ഇനി ഞങ്ങളുടെ കേക്കും വൈനടിയെല്ലാം കഴിഞ്ഞ് കൊച്ചുകള് ഒരു ഫ്ലോപ്പ് ക്രിസ്മസ് ആയത്. എല്ലാ വർഷവും ഇത് എവിടെ പോവാനാ? എവിടേക്കോ പോവാ. നിങ്ങൾ ആരും വരാത്തെ ചില്ലൗട്ട് മുത്ത് മിക്കാറും കത്തിക്കും. അവള് കൊണ്ടൊരു ചില്ലൗട്ട് എന്ന് പറഞ്ഞാ അറിയാവില്ല നിങ്ങൾക്ക്, അവളുടെ ഒരു ജ്യൂസ് കട. ഏത് സമയം പറയുന്നയാ കൊല്ലത്ത് വന്നാലും നമുക്ക് ചില്ലൗട്ടിൽ പോയി ഫലൂഡ കുടിക്കാന്ന്. ഇവിടുന്ന് വണ്ടിക്കൂലിയും ചെലവാക്കി എല്ലാരും അങ്ങോട്ടല്ലേ. അതുമില്ല, എല്ലാം കാശ് കൊടുത്താ ഞങ്ങക്ക്. അത് തന്നെ. അത് തന്നെ, ചേച്ചി അനിയത്തെയും പറ്റിച്ച് അന്നം മേടിക്കുന്നു. എന്തു അടി ചോദിച്ചോളാം. ഒന്നുമില്ലേലും ഞാൻ ഓയിൽ എത്ര പേർക്ക് വെറുതെ തന്ന്. ഞാൻ ഓയിലുണ്ടാക്കി എത്ര ഓയില് വെറുതെ തന്നടി. ഓർഡർ പിടിച്ച് തന്ന എന്തായാലും. പിന്നെ
പിന്നെ നല്ലൊരു ഗീതം നിന്റെ വകയല്ല ഷാജി സ്വീൻ. അപ്പൊ ഞങ്ങള് പോവുകയാണ്. എന്തേ ബിന്ദു പോട്ടെ പോന്നേട്ടാ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. രാവിലെ പോകും ഹാപ്പി ക്രിസ്മസ്. ഒത്തിരി വണ്ടി പഠിക്കാൻ കണ്ട സമയമോ? ആ പഠിക്കട്ടെ വാ, ഓട്ടിക്കൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ രാത്രി 10:30 ആയപ്പോൾ വീട്ടിൽ വന്ന് പിന്നെ ഫോണൊക്കെ ചാർജ് തീർന്നപ്പോൾ കുത്തിയിട്ട് പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഹോളിൽ സംസാരിച്ച് എല്ലാവരും കയറി ഉറങ്ങാൻ പോയി. പിന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന കാര്യം മറന്നേ പോയി. അപ്പം പിന്നെ നമ്മൾ അടുത്ത ദിവസമായി, ഇന്ന് 26-ാം തീയതിയായി. പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇന്ന് വന്നില്ല. വന്നായിരുന്നേ ഞാൻ അതും കൂടെ കാണിച്ചു തന്നിട്ടേ നിർത്തത്തോളാം. നമ്മൾ ഓക്സിജനിൽ നിന്ന് ബോഷിൻ്റെ വാഷിംഗ് മെഷീനാണ് വാങ്ങിച്ചത്. നമ്മളുടെ ഇവിടെ ഇരിക്കുന്ന വാഷിംഗ് മെഷീൻ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് മേടിച്ച് അപ്പോൾ എത്ര രൂപ കുറഞ്ഞ്. അതും ബോഷിൻ്റെ തന്നെ ഫ്രണ്ട് ലോഡും നമ്മളിപ്പം ടോപ്പ് ലോഡാണ് വാങ്ങിച്ചത്. ഇത് കൊടുത്തപ്പോൾ അതും കൂടെ ചേർത്ത് എത്രയോ കുറഞ്ഞ് കിട്ടും. അപ്പം ഗൈസ് ഇന്നലത്തെ വീഡിയോ അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു സാധാരണത്തെ ദിവസം പോലെ ക്രിസ്മസ് ദിവസം അങ്ങ് പോയി. അല്ലാതെ പ്രത്യേകിച്ച് വലിയ നമ്മളെ എന്തൊക്കെ പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോയോ അതൊന്നും ചെയ്തിട്ടില്ല അമ്മ. ഞാൻ വീഡിയോയുടെ തുടക്കം ഞാൻ പറയുന്നുണ്ട് പള്ളിയിൽ കൊണ്ടുപോകാം, പക്ഷെ വിശ്വസിക്കേണ്ട നടക്കത്തില്ല എന്ന്. അതേപോലെ അത് നടന്നില്ല. പിന്നെ എന്തായാലും എൻ്റെ മാല ശരിയാക്കി കിട്ടി, അതുകൊണ്ട് എനിക്ക് സമാധാനമായി. അതിനകത്ത് അമ്മയുടെ ലോക്കറ്റ് ഊരി വാങ്ങിച്ചിട്ട് ഞാൻ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. ഞാൻ അവസാനത്തെ മണ്ണാർശാല വ്ളോഗിനകത്ത് ഞാൻ ഹോസ്പിറ്റൽ വ്ളോഗ് എന്ന് പറയുന്നുണ്ട്. ഞാൻ അത് പോയില്ല, ഡോക്ടറില്ല എന്ന് വെച്ചാൽ നമ്മൾ നാളത്തേക്ക് ടോക്കൺ എടുത്തിട്ടുണ്ട്. അപ്പം നാളെ ഹോസ്പിറ്റൽ വ്ളോഗും കുറച്ച് സംഭവങ്ങളായിരിക്കും. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിട്ട് see you.